ഇന്നിപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഞാൻ കുളിച്ചത് പോട്ടെ 2 ചെടുങ്ങളെയും കൂടെ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ ഇതാ പോകുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. തറവാട്ടിൽ ചെറിയ പൂജകളൊക്കെ നടക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ വ്ളോഗ് കാണാത്തൊരു കാണാൻ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. രാവിലെ എണീറ്റതിന്റെയും കുളിച്ചതിന്റെയും ക്ഷീണം കുട്ടികളുടെ എല്ലാവരുടെയും മുഖത്തും എന്റെ മുഖത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ വീടെത്താനായിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ പൂജയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവാഴ്ച തിരുനെല്ലിക്കൊക്കെ കൊണ്ടുപോകില്ലേ, അങ്ങനത്തെ പൂജകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പൂജകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് ഇത് പൂജയ്ക്കാണെങ്കിലും പിള്ളേർക്ക് ഇത് അവർ ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്തത്. കാരണം പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് അതായത് ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞു തലമുറയിലുള്ള പിള്ളേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കണ്ടപ്പോൾ ഞാനും എൻജോയ് ചെയ്തു ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ് ഗൈസ്. എല്ലാവരും കൂടെ ഒരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടത് ഇതാ അമ്മയാണ് മെയിൻ പണ്ടാരി കേട്ടോ. ശരിക്കും എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണല്ലേ, പ്രത്യേകിച്ച് കുട്ടികളുടെ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഇതന്നെ നാത്തുമാരാണ് ഗൈസ്. ഞാൻ ക്യാമറ പൊക്കിയാൽ ഇവർ എവിടേക്കാ കണ്ടം വഴി കൊണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോയുടെ ഫ്രണ്ടിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. 9 മണിക്ക് കോളേജിൽ സ്കൂളിൽ പ്രോഗ്രാമുള്ള കുട്ടിയാണ്. 8:30 ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാതെ ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ സങ്കടം കുട്ടിയുടെ മൊത്തം ഉണ്ട്. രാവിലെ കഞ്ഞി കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് അല്ലൂട്ടൻ. കണ്ടിട്ടുണ്ട് എന്നുള്ള മട്ടിൽ വലിയച്ഛൻ്റെ നിപ്പ് കണ്ടില്ലേ. പിന്നെ എല്ലാം ക്യാൻഡിഡ് ആണ് കേട്ടോ. കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ക്യാൻഡിഡ്. അതാണ് നമ്മുടെ ശശി വലിയച്ഛൻ. ഇനി ഞാനായിട്ട് കൈ വെക്കാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1.5 ഇളക്കായിരുന്നു കേട്ടോ വിദ്യേഷിൻ്റെത്. പിന്നെ എല്ലാവർക്കും ടേസ്റ്റ് വെക്കാൻ തരുന്നത് വെറും വെള്ളം, ഉപ്പിട്ട വെള്ളം ടേസ്റ്റ് നോക്കാൻ തരികയാണ് കുട്ടി. അല്ലെങ്കിൽ നാത്തുമാരെ ട്രോളാൻ പ്രത്യേക ഒരു രസമല്ലേ. അച്ഛന്റെ മുഖത്തുള്ള ഈ സന്തോഷത്തിന് കാരണം നിങ്ങളാണ് ഗൈസ്. കാരണം ഇന്നാളത്തെ വീഡിയോനെ ഒരു കമന്റ് കണ്ടായിരുന്നു, പാച്ചോച്ചനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടെന്ന്. അന്ന് വീണ വീഴ്ചയാണ്, ഇതുവരെ അച്ഛൻ അതിന് പൊങ്ങിയില്ല കേട്ടോ. പ്രസാദ് എല്ലാവരും കയ്യിലേക്കാക്കി പാത്രം വെച്ചിട്ട് വേണം പാത്രം കൈകാന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ചേച്ചിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പുമാവിന്റെ വെള്ളത്തിൽ തിള വന്നോന്ന് ഈ ചെറിയമ്മ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം എല്ലാവരും വിശന്ന് നട്ടക്കുന്തിരി എടുത്ത് നിൽക്കായിരുന്നു ഗൈസ്. പിന്നെ കൈ കിട്ടിയതും എല്ലാവരും വെച്ചൊരു അലക്കായിരുന്നു. ഉപ്പുമാവ് പഴം പായസം ഇത് വെച്ച് എല്ലാവരും കൂടെ ഒരു അലക്കം കണ്ട് അലക്കി. രാവിലെ കഞ്ഞി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്റെ ചെക്കൻ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. പിന്നെ ഇനി എന്ത് കൊടുത്താലും ഇനി അമൃത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ ആക്ഷൻ ഇങ്ങനെയായിരിക്കും. അയ്യോ വയറ് വേദനിക്കുന്നേ, ഛർദ്ദിക്കാൻ മറിക്കുന്നേ, ഞാനിപ്പോൾ ഛർദ്ദിക്കുക എനിക്ക് വേണ്ടാമേ എന്ന് പറഞ്ഞിട്ട് ഇത് ഫുൾ ആക്ഷനാണ് ഗൈസ്. ഞാൻ എല്ലാവരും ട്രോളാറുണ്ടെങ്കിലും എന്നെ ട്രോളുന്ന തറവാട്ടിലെ ഏക വ്യക്തിയാണ് കേട്ടോ വലിയച്ഛൻ. ലച്ചു പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ 2ാമത് ഉപ്പുമാവ് വാങ്ങുന്ന വീഡിയോ എടുക്കണേ, ഞങ്ങൾ പോകുമ്പോൾ വീഡിയോ എടുത്തോളൂ. അങ്ങനെ എല്ലാവരും കൂടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. വെക്കേഷൻ ടൈമിൽ നമ്മളെല്ലാവരും ഒരു വട്ടെങ്കിലും അനുഭവിച്ചിട്ടുള്ളൊരു വേദന എന്താ, കസിൻസൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നുള്ളൊരു ടെൻഷൻ. അതാണ് എൻ്റെ അല്ലുട്ടിന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അലനേട്ടം പോകുമെന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ മൂപ്പര്. രാവിലെ ഉറങ്ങാത്ത ഉറക്കം ഉറങ്ങി തീർക്കുകയാണ് എൻ്റെ തുമ്പമ്മ. അച്ഛനും ചെറിയമ്മയും കൂടെ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല, തിരുനെല്ലിക്ക് പോവാണ് ഗൈസ്. എന്നാലും ഒരടിച്ച് പൊളിച്ച് വരട്ടെ അല്ലേ. എല്ലാം കഴിഞ്ഞതാ ചേച്ചി മക്കളും ഒക്കെ കൂടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ്. എല്ലാ കസിൻസും പോകുന്നതെന്ന് അല്ലുട്ടൻ ഒരാളെ അടർത്തി ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അലനേട്ടനെ അച്ഛനെയൊക്കെ വിളിച്ച് സമ്മതിപ്പിച്ച് എങ്ങനെയോ ഒരു വിധത്തിൽ അലൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവൻ ഒരു ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതിന്റെ സമാധാനത്തിലാണ് അല്ലുട്ടൻ. അവരൊക്കെ പോയാൽ എന്താ, അലനേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ പൊടിമോള് സ്പെഷ്യൽ ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഇന്നത്തെ കഥ പറഞ്ഞാലും തരില്ല, എന്നാലും ഇപ്പോൾ തീർത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ബൈ ഗൈസ്.